തന്നെ ഇവിടെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. ഇപ്പോൾ വി ഡി അനുകൂലികൾ തെരുവിൽ ഇറങ്ങിക്കൊണ്ട് ശക്തമായി പ്രതിഷേധിക്കുകയാണ്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായേ തീരൂ, അല്ലാതെ വേറെ ആരെയും കൂട്ടു നിൽക്കില്ല, സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ വി ഡി അനുകൂലികൾ നിൽക്കുന്നു. കെ സിയുടെ ഫ്ലെക്സ് ബോർഡുകൾ കീറുന്നു, മറ്റൊരു ഫ്ലെക്സ് കീറാതിരിക്കാൻ വേണ്ടി പോലീസ് അവിടെ കാവൽ നിൽക്കുന്നു. രാഷ്ട്രീയമായി നടക്കുന്ന വലിയ നാടകങ്ങൾ, ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മാറുകയാണ്. അതിനിടയിൽ KPCCയുടെ താക്കീത് മുഖവിലയ്ക്ക് പോലും എടുക്കാതെ, വകവെക്കാതെ അണികൾ തെരുവിലിറങ്ങുന്ന സാഹചര്യം. മാധ്യമ ക്യാമറകളുടെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ അണികൾ ഫ്ലെക്സ് ബോർഡുകൾ കീറുന്ന സാഹചര്യം. എങ്ങനെ കാണണം ഈ രാഷ്ട്രീയ നീക്കം? അസാധാരണ സാഹചര്യങ്ങളാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നടക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ ഇതാ ഇപ്പോൾ തലസ്ഥാന നഗരത്തില്, തൃശ്ശൂരില്, ഒപ്പം മലപ്പുറത്ത് ഇങ്ങനെ 3 ഇടങ്ങളിലായി പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടങ്ങളിലെല്ലാം വി ഡി സതീശന് വേണ്ടി പ്രവർത്തകർ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുകയാണ്. തെരുവിലാണ് സമരങ്ങൾ ഉണർന്നത്, തെരുവിലാണ് ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും വലിയ മൂല്യങ്ങൾ ഉണർന്നത്. നമ്മൾ മെയ് 4-ന് ബാലറ്റിലൂടെ ജനം അന്തിമ വിധി തീർത്ത ഒരു തീർപ്പുണ്ട്. ആ തീർപ്പ് UDF അനുകൂലമാണ്. ആ UDFന്റെ മുഖം എന്ന് പറയപ്പെടുന്നത് നമ്മുടെ ജനപക്ഷ നായകൻ VD ആണ്. അത് വെറും കണക്കല്ല. ആ കണക്കിനെ സ്വാഭാവികവും ജനഹിത്തെ മാനിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ജനകീയ നേതാവിനെ KE നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞയക്കണമെന്നതാണ് ഈ യുവജനതയുടെ ഒരു കാര്യം. ഹൈക്കമാൻഡ് ഒരു നടപടിക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആദ്യഘട്ടം ഇന്നലെ പൂർത്തിയായിരിക്കുന്നു. അതിലൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തെരുവിലേക്ക് ഇങ്ങനെ പ്രതിഷേധം വ്യാപിപ്പിക്കുന്നത് പാർട്ടിയുടെ അച്ചടക്കത്തിന് ചേർന്നതാണെന്ന് കരുതുന്നുണ്ടോ? നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, KSU സിന്ദാബാദ്, ഇതാണ് നമ്മുടെ സ്ലോഗൻ. ഈ സ്ലോഗത്തിനകത്ത് ഞങ്ങളെ പാർട്ടിയെ നയിക്കുന്നത് ഞങ്ങളുടെ ഹൈക്കമാൻഡ് തന്നെയാണ്. ആ ഹൈക്കമാൻഡിന്റെ തീരുമാനം തെറ്റാകില്ല. ആ ഹൈക്കമാൻഡ് എന്നും നീതിക്കൊപ്പം നിന്നതാണ്. ആ നീതിമാനാണ് VD സതീശൻ. അപ്പൊ ആ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നൊരു ശരിയായ തീരുമാനം പ്രതിഷേധത്തിലൂടെ ഉണ്ടാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? നമ്മൾ പ്രതിഷേധം എന്നതിനെ പറയേണ്ട, ഇത് അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ച് കേരളത്തിലെ കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഞങ്ങളുടെ അഭിവാദ്യ പ്രകടനമാണ്. അത് തീർച്ചയായും ഹൈക്കമാൻഡ് ഞങ്ങളുടെ ഈ ആത്മസംതൃപ്തിയെ, ഞങ്ങളുടെ ആത്മാഭിമാനത്തെ മാറ്റിവെക്കില്ല എന്ന് മനസ്സിലാക്കുകയാണ്. ഓക്കെ. അപ്പൊ അത്തരത്തിലാണ് ജഷീർ പള്ളിവയലിന്റെ പ്രതികരണം. യൂത്ത് കോൺഗ്രസിന്റെ മുഖമായി സമരമുഖങ്ങളിൽ പോലീസിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് പലതവണ ഇരയായിട്ടുള്ള ജഷീർ പള്ളിവയലിന്റെ നേതൃത്വത്തിൽ യുവാക്കൾ അണിനിരന്നുകൊണ്ട് VD സതീശന് വേണ്ടിയുള്ള ഒരു പ്രതിഷേധം, അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ സമര കവാടം പിന്നിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതിഷേധമല്ല, അഭിവാദ്യമാണെന്ന് പറയുന്നുണ്ട്. അഭിവാദ്യം VD സതീശനാണെങ്കിൽ ഇവിടെ KC വേണുഗോപാലിന്റെ ഫ്ലെക്സുകൾ ഉൾപ്പെടെ കീറുന്ന സാഹചര്യം ഉണ്ട്. അതും നമ്മൾ കണക്കിലെടുക്കേണ്ടി വരും. അവിടെ കോഴിക്കോടാണ്. വലത്തെ വശത്ത് പ്രേക്ഷകർ കാണുന്നത് കോഴിക്കോട് എന്നുള്ള പ്രതിഷേധമാണ്. ഇടത് വശത്ത് തിരുവനന്തപുരത്ത് നടക്കുന്നതാണ്. അങ്ങനെ സംസ്ഥാനം ഒട്ടാകെ തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തെരുവിലേക്ക് ഇറങ്ങുന്നു, സെക്രട്ടേറിയറ്റ് വളയുന്നു, ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുന്നു. അതിനിടയിൽ നേതാക്കൾ വൈകുന്നേരം ദില്ലിയിലേക്കും പറക്കുന്ന സാഹചര്യം. സൈത്തിലേക്ക് പോകുന്നു. സൈത്ത്, പ്രതിഷേധമല്ല, അഭിവാദ്യമാണ്. VD സതീശന് വേണ്ടിയുള്ള അഭിവാദ്യമാണ്, അല്ലാതെ ഒരു പ്രതിഷേധമല്ല എന്നാണ് ഇവിടെ അണികൾ പറയുന്നത്. അങ്ങനെ പ്രതിഷേധമല്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ കഴിയുമോ നിങ്ങളുടെ സാഹചര്യത്തിൽ? ഇത് അഭിവാദ്യം എന്നതാണ് പ്രഖ്യാപനം. പക്ഷേ ഇത് ഫലത്തിൽ പ്രതിഷേധമായി മാറുകയാണ്. പ്രത്യേകിച്ച് KC വേണുഗോപാലിന്റെയും രമേശ് ചെന്നിത്തലയും ഒക്കെ ഫ്ലെക്സുകൾ നശിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ നീക്കം, ഇത് കോൺഗ്രസിൽ അത്ര പരിചിതമല്ലാത്തതാണ്. ഇത് വലിയ പുതിയ നീക്കമായി കൂടി മാറുകയാണ്. ഇതിന്റെ എല്ലാ അടിസ്ഥാനം VD സതീശന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുക എന്നതാണ്, ഡൽഹിയിലേക്ക് സമ്മർദ്ദം എത്തിക്കുക എന്നതാണ്. പക്ഷേ ഇത് വിപരീത ഫലം ഉണ്ടാക്കുമോ എന്നതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ഇന്ന് വൈകിട്ടാണ് 3 പ്രധാനപ്പെട്ട നേതാക്കൾ രാത്രി 8:30-യുടെ ഫ്ലൈറ്റിനാണ് പോകുന്നത്. VD സതീശനും ഒപ്പം രമേശ് ചെന്നിത്തലയും ഒപ്പം സണ്ണി ജോസഫും 3 പേരും ഒന്നിച്ച് ഡൽഹിക്ക് യാത്ര ചെയ്യുകയാണ്. അവിടെ ചെന്ന് ഇന്നും നാളെയുമായി നിർണായക ചർച്ചകൾ നടക്കേണ്ടതാണ്. അപ്പോൾ നാളെ വൈകിട്ട് തന്നെ ചില തീരുമാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഫലത്തിൽ സംഭവിക്കുന്ന ഇതാണ്: പാർലമെന്ററി പാർട്ടിയിൽ VD സതീശന് ഭൂരിപക്ഷമില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. KC വേണുഗോപാലിനാണ് MLA-മാരുടെ പിന്തുണ. ഈ സാഹചര്യത്തിൽ ബദലായി ഘടകകക്ഷികൾ അതേസമയം VD സതീശന് പിന്തുണ വേണ്ടുതാനും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടിയാണ് VD സതീശന് വേണ്ടി പ്രവർത്തകരെ തെരുവിലിറക്കിക്കൊണ്ടുള്ള ഈ നീക്കം. ഒരുപക്ഷെ ഇത് VD ക്യാമ്പ് അറിഞ്ഞുകൊണ്ടാവാം, അറിയാതെയാവാം. എന്തു തന്നെയായാലും ഇത് വിപരീത ഫലമുണ്ടാക്കുമോ എന്നത് കൂടി കണ്ടറിയേണ്ടതുണ്ട്. ഇത് തിരുവനന്തപുരത്ത് മാത്രമല്ല, കോഴിക്കോടുണ്ട്, മലപ്പുറത്തുണ്ട്, ഒപ്പം തന്നെ
തൃശ്ശൂരിലുണ്ട്. ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ വലിയ അതിനാണ് സഹിതം തരത്തിലുള്ള കേരളമൊട്ടാകെ തന്നെ പ്രതിഷേധം ശക്തമാവുന്നു. കോഴിക്കോടും പ്രതിഷേധം നിൽക്കുന്നു. കാവലാൾ വി ഡി സതീശൻ കേരളത്തെ നയിക്കട്ടെ എന്നുള്ളതാണ് അവിടെ ഫ്ലെക്സ് ബോർഡ്. അങ്ങനെ ഓരോ ജില്ലയിലും ഓരോ തരത്തിലുള്ള വാചകങ്ങൾ വെച്ചിട്ടാണ് ഫ്ലെക്സ് ബോർഡുകൾ നിൽക്കുന്നത് എന്നതും കൂടി പറയണം. കോഴിക്കോട് എം.എസ്. അനീഷ് കുമാർ ചേർന്നു. അനീഷ്, തിരുവനന്തപുരത്ത് ശക്തമായ പ്രതിഷേധമാണ്, തൃശ്ശൂരും മലപ്പുറത്തും അതുപോലെ തന്നെ. കോഴിക്കോട് സാഹചര്യം എന്താണ്? തീർച്ചയായും കോഴിക്കോടും ഇതേ ആവശ്യം ഉന്നയിച്ച് തന്നെയാണ് പ്രവർത്തകർ ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ പ്രവർത്തകർ തന്നെയുണ്ട്. എന്താണ് ഇത്തരമൊരു പ്രകടനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങാനുള്ള കാരണം? അത് ഇത്രയും കാലം ഈ സംഘടനയെ നയിച്ചു കൊണ്ടുപോയ കോൺഗ്രസിനെ, UDF-നെ ഒറ്റക്കെട്ടായി നയിച്ചു കൊണ്ടുപോയ സതീശൻ ഇപ്പോൾ പെട്ടെന്ന് ഒരു സ്വഭാവത്തിൽ വേണ്ട എന്ന് പറയുമ്പോൾ അതിനുള്ള വികാരമാണ് ജനങ്ങൾ കണ്ടത്. പാർട്ടി പറഞ്ഞേക്കുന്നത് ഈ പ്രതിഷേധവും അനുഭവ പ്രകടനവും നടത്തരുമെന്നല്ലേ? നിങ്ങളൊക്കെ പാർട്ടി പ്രവർത്തകരാണോ? ഞാനും ഒരു മുസ്ലിം ലീഗുകാരനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സതീശൻ വരണം എന്നുള്ളതാണ് ആഗ്രഹം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.